ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ്. അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ ഡേ 7 ആണ്. അപ്പം നമുക്ക് വെയ്റ്റ് എത്രയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ വെയ്റ്റ് എൻ്റെ 49.30 ആണ്. അപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പീരിയഡ്സ് ടൈം ഒരു 1 വീക്ക് ബിഫോർ തന്നെ എനിക്ക് പെയിൻ വരും. അതുപോലെ തന്നെ എനിക്ക് വെയ്റ്റ് ഫ്ലക്ച്വേഷൻസും ഹാപ്പൻ ആവാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത്, ഇത്രയൊക്കെ ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് ആവുമോയെന്ന്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട മെയിൻ്റനൻസ് കലോറി ഉണ്ടാവും, വെയിറ്റ് കുറയ്ക്കേണ്ട കലോറി ഉണ്ടാവും, വെയിറ്റ് കൂട്ടണമെങ്കിൽ എത്രയും കലോറി ഉണ്ടാവും. എനിക്ക് വേണ്ട അളവിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അത് കൂടുതലല്ല, ഇത് കുറവ് കഴിച്ച് ഞാൻ ഭയങ്കര വീക്കായി പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് ഒരു ബ്രെഡും പീനട്ട് ബട്ടറും ഒരു ബോയിൽഡ് ബനാനയാണ്. പിന്നെ മറ്റേ ബ്രെഡ് ഞാൻ വൈറ്റ് കഴിക്കാനാണ് വെച്ചേക്കുന്നത്. അപ്പം എനിക്ക് ബോയിൽഡ് ബനാന വലിയ താല്പര്യമില്ല, പക്ഷേ അത് നമുക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടി അത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ റോബസ്റ്റ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ മിഡ് മോർണിംഗിന് ഞാനൊരു പ്ലം ആട്ടോ എടുത്തത്. അപ്പം അതെനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ശരിയാവില്ലല്ലോ, നമ്മുടെ ബോഡിയും വീക്കാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡ് വേണം, അത് കഴിക്കുകയും വേണം നമ്മൾ. പിന്നെ ലഞ്ചിന് ഞാൻ എടുത്തേക്കുന്ന റൈസ്, കുക്കുംബർ, മുട്ട വറുത്തത്, കേട്, കുറച്ചൊരു ഫിഷ് പിക്കിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറൊക്കെ നിങ്ങൾ കാണുന്ന അത്രയും വലിപ്പമൊന്നുമില്ല, ആക്ച്വലി അത് കുറവേ ഉള്ളൂ. ഞാൻ മാക്സിമം ഒരു 100 to 150 ഗ്രാം ഓഫ് ചോറ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബ്രെഡും പീനട്ട് ബട്ടറും വെച്ചത് അതെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ നേരവും നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മളൊരു ദിവസം നമുക്ക് വേണ്ട ഫുഡ് ഇച്ചിരിയാണ്, നമ്മൾ പട്ടിണി കിടന്നല്ല ഒരിക്കലും നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ട ഫുഡ് കഴിക്കുക. ഇത് വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് ഹസ്ബൻഡ് ഇതൊന്നും ഉണ്ടാക്കില്ല, എനിക്ക് നേരെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. ഇത് അറബിക് ഷവർമയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ ഒക്കെ കുഴപ്പമില്ല, അതിനകത്ത് അധികം മയോണൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ മൊത്തം കഴിച്ചില്ല കേട്ടോ, അതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ കഴിച്ചിട്ട് ബാക്കി കൊടുത്തു. എനിക്ക് അപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു, അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ഇതിന്. സോ ഇത് ഷവർമ കഴിച്ചാൽ വണ്ണം വയ്ക്കുമോ വെയിറ്റ് ഗെയിൻ ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ട ഫുഡൊക്കെ അളവിന് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് വെയിറ്റ് ഗെയിനും നമുക്ക് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ കലോറി എത്രയാണ്, നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ച് നോക്കി മാത്രം ഫുഡ് കഴിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.